പ്രിയമുള്ളവരെ നമസ്കാരം. രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുതിയ വെബ് സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്നു. നിഖിലസ് പ്രവീണാണ് ക്യാമറ, രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്. നിതിൻ രഞ്ജി പണിക്കരുടെ മകൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയൊരു കാലഘട്ടമാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, അലക്സാണ്ടർ പ്രശാന്ത്, ജനാർദ്ദനൻ, കലാഭവൻ ഷാജോൺ, രമേഷ് പിഷാരടി, ശ്വേതാ മേനോൻ, ഗ്രേസ് ആൻ്റണി, കനി കുസൃതി, ആൽഫി പഞ്ഞിക്കാരൻ, നിരഞ്ജന അനൂപ്, അമ്മു അഭിരാമി തുടങ്ങിയ പ്രതിഭകളാണ് ഈ സീരീസിൽ നിറഞ്ഞാടുന്നത്. അതിലെടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂട് തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂട് ഒരു വേറെ ലെവലിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കുറച്ചു കാലമായി ഒരു പ്രത്യേക അഭിനയത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഒരു കാലത്ത് മമ്മൂക്കയൊക്കെ അഭിനയിച്ചിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും മമ്മൂക്കയോടൊക്കെ ഒപ്പം നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസും ഭയങ്കര, അതായത് ഒരു ഇൻറ്റിമേറ്റ് ആ അഭിനയത്തോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. ശരിക്കും ജീവിക്കുന്ന പോലെയുള്ള കഥാപാത്രങ്ങളാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നതും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും. അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണി അവതരിപ്പിക്കുന്ന ലില്ലിക്കുട്ടി അല്പം വട്ട് കേസായ ഒരു പെണ്ണ്, ഒരു തെറിച്ച പെണ്ണ്. കല്യാണം ആണ് എല്ലാം എന്ന് കരുതി ഒരുപാട് പ്രായമായിട്ടും കല്യാണം നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും അല്പം മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഇനി പറയേണ്ടത് കനി കുസൃതിയുടെ തങ്കം എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വപ്നം, അല്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും രോമാഞ്ചം, അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും നിന്നു കൊടുക്കുന്ന ഒരു സ്ത്രീ. അവരെ ആ നാട്ടിൽ അവൾക്കൊരു ഭർത്താവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ലക്ഷ്യം. ഭർത്താവ് ഒരു പേരിന് മാത്രം, ബാക്കി എല്ലാ കാര്യങ്ങളും നാട്ടുകാരിൽ എല്ലാവരും, അപാലവൃദ്ധം ജനങ്ങളും അവളുടെ അടുത്താണ് എല്ലാ കാര്യങ്ങൾക്കും നിർവഹിക്കാൻ പോകുന്നത്. അതങ്ങനത്തെ ഒരു കഥാപാത്രം കനി കുസൃതിയാണ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പറയേണ്ടത് ശ്വേതാ മേനോൻ്റെ ലൈല സുൽത്താന. എൻ്റെ പൊന്നോ, ഒരു ഫൈറ്റുണ്ട് ശ്വേതാ മേനോൻ്റെ, നല്ല രസമാണത്. ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റല്ല, പക്ഷേ അത് അങ്ങനെ ഓൾറെഡി ഒരാളെ കൊന്ന് ജയിലിൽ പോയിട്ട് ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന, മറ്റൊരു നാട്ടിൽ പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന ലൈല സുൽത്താന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ശ്വേതാ മേനോൻ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇവർ 3 പേരും ആണ്, അതായത് ഗ്രേസ് ആൻ്റണി, കനി കുസൃതി, ശ്വേതാ മേനോൻ അടിപൊളിയാക്കി ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരാണ് മികച്ചതെന്ന് എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസാധ്യമാണ്. കാരണം 3 ആളും ഒന്നിനൊന്ന് തുല്യമാണ്. മറ്റുള്ളവരും നന്നായിട്ടുണ്ട്. വേറെ 2 പേരുണ്ട്, അവരും വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് അലക്സാണ്ടർ പ്രശാന്തിൻ്റെ വേഷമാണ്. അതായത് ഇതിനകത്തെ നായകനായ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടാകുന്ന ഒരു ബ്രോക്കർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവൻ്റെ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്ന ഒരു സൗഹൃദം. വളരെ രസകരമായിട്ട് അലക്സാണ്ടർ പ്രശാന്ത് ആ സംഭവം ചെയ്തിട്ടുണ്ട്. തുടക്കം തുടങ്ങി അവസാനം വരെ അലക്സാണ്ടർ പ്രശാന്താണ് ഇവൻ്റെ കൂടെ ഉള്ളത്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ. പിന്നെ 1-2 ചെറിയ ചെറിയ സംഭവങ്ങൾ വന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുള്ള ഷാജോൺ, കലാഭവൻ ഷാജോൺ നന്നായിട്ടുണ്ട്. അതുപോലെ ജനാർദ്ദനുണ്ട്. പിന്നെ ഇതിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന, അങ്ങനെ ഒത്തിരി അവരെല്ലാവരും നല്ല കഥാപാത്രങ്ങളാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മുറപ്പെണ്ണായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, അലക്സാണ്ടർ പ്രശാന്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ, ഇവരൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് രമേഷ് പിഷാരടി ചെയ്യുന്ന ഒരു ഗൾഫ് കഥാപാത്രമാണ്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പര് നാട്ടിൽ തിരിഞ്ഞ് നടന്നിട്ട് ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വന്ന്, അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും അലക്സാണ്ടർ പ്രശാന്തിൻ്റെയും ക്ലാസ്മേറ്റാണ്. നാട്ടിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു സംഭവത്തിൽ, അതായത് രമേഷ് പിഷാരടി പെട്ടുപോകുന്ന വലിയൊരു അപകടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കെണിയിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം സുരാജ് വെഞ്ഞാറമൂട് അവനെ രക്ഷിക്കുകയും അതുവഴി സുരാജ് വെഞ്ഞാറമൂടിനും കുവൈറ്റിലോട്ട് പോകാനുള്ള വിസ ശരിയാക്കാമെന്നൊരു വാഗ്ദാനം
രമേഷ് പിഷാരടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അലസനാണ്, മടിയനാണ്, ഒരു പണിക്കും പോകില്ല, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഈ 2 ഇത് മാത്രമേ ഉള്ളൂ. ഒരു ചായക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട്, അതായത് വീട്ടിൽ കോഴി ഇടുന്ന കോഴിമുട്ട അമ്മ കാണാണ്ട് ഒരു 4 കോഴിമുട്ട കൊണ്ടുപോയിട്ട് അത് ചായക്കടയിൽ കൊടുത്ത് ചായ കുടിച്ചിട്ട് അവിടെ കിടന്ന് ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നൊരു കഥാപാത്രം. അപ്പോൾ കല്യാണം കഴിക്കാൻ പലവട്ടമായി പറയണ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ അമ്മ എപ്പോഴും പറയും. പക്ഷേ മൂപ്പരുടെ ഒരു വാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി പെണ്ണിനൊന്നും പോറ്റാനുള്ള വരുമാനമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ജോലിയൊന്നുമില്ല, എനിക്കത് താല്പര്യമില്ല കല്യാണം കഴിക്കാൻ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള അത് തന്നെ കഷ്ടിച്ച് വീക്ഷിച്ചാണ്. അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അമ്മയാണ് ജോലിക്ക് പോകുന്നതും പല വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ. അതായത് ഒരു മടിയൻ, ഒരു 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 പണിക്കും പോകാണ്ട് വെറുതെ ഇരുന്ന് തിന്നുന്ന ഒരു മടിയൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് ഗൾഫിൽ പോകാനും അതായത് കുവൈറ്റിൽ പോകാനും കുവൈറ്റിൽ പോയി സമ്പാദിക്കാമെന്നൊക്കെ ഒരു ഓഫർ രമേഷ് പിഷാരടി വെച്ചതിൻ്റെ പേരിലാണ്. അതിന് കാശ് വേണം, അതായത് ഒരു 20,000 രൂപയും ചുരുങ്ങിയത് വേണം. ആ 20,000 രൂപ കിട്ടാനായിട്ട് ഉണ്ടാക്കാനുള്ള ബന്ധപ്പാടിലാണ്, പിന്നെ തന്ത്രപ്പാടിൽ ഈ ആ കൂടെ നിൽക്കുന്നത് ഈ അലക്സാണ്ടർ പ്രശാന്താണ്. അങ്ങനെ അലക്സാണ്ടർ പ്രശാന്താണ് ആദ്യത്തെ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ മുറപ്പെണ്ണിന് പോകാൻ കഴിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് ചെയ്തുകൂടെ, അപ്പോൾ ആ കാശ് കൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കുവൈറ്റിന് പൊക്കൂടെയെന്ന് ഇവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ അവിടെ ചെന്നിട്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുകയും അവർക്കുള്ള സ്വത്തൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ കയ്യിൽ അവളുടെ വീട്ടിലൊന്നുമില്ല, ഈ മുറപ്പെണ്ണിൻ്റെ വീട്ടിലൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും കിട്ടിയുമില്ല. അങ്ങനെ ഒന്നും കിട്ടൂല എന്ന് കണ്ട അന്ന് രാത്രി സുരാജ് വെഞ്ഞാറമൂട് നാട് വിടുകയാണ്. കൂടെ ഈ അലക്സാണ്ടർ പ്രശാന്തും ഉണ്ട് കൂടെ. പിന്നെ ഈ കാശുണ്ടാക്കാൻ വേണ്ടി, അതായത് ഈ കുവൈറ്റിന് പോകാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടി ഇവൻ ഓരോ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന സ്ത്രീധനം കിട്ടുന്ന എഴുതിയിട്ട് വേറെ ഇവനൊരു പണി അറിയാൻ പാടില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ പറയുന്ന ഗ്രേസ് ആൻ്റണി, അതുപോലെ തന്നെ സേതാ മേനോൻ, വേറെ 2 പെൺകുട്ടികൾ. ഇവരൊക്കെ ഇവൻ കല്യാണം കഴിക്കുന്ന കാശിന് വേണ്ടി. പക്ഷേ എങ്ങൊന്നും ഇവന് ഉദ്ദേശിച്ച പൈസ കിട്ടില്ല. പക്ഷേ അവസാന നിമിഷമാണ് അറിയുന്നത് ഈ കൂടെ നടക്കുന്ന അലക്സാണ്ടർ പ്രശാന്ത് ഇനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷെ ക്ലൈമാക്സ് അതിനേക്കാൾ സൂപ്പറാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ് പടത്തിൽ. ഇവന് 5 പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂട് ഈ പടത്തിൽ. അപ്പോൾ ഇവൻ അവസാനവും പിടിക്കപ്പെടേനും. അതായത് ഷാജോണിൻ്റെ പെങ്ങളാണ് ഗ്രേസ് ആൻ്റണി. ഈ ഷാജോൺ ഒരു പോലീസ് ഓഫീസറാണ്. ഇവൻ ഈ രാത്രി ഇവളുടെ അത്യാവശ്യം സംഭവമൊക്കെ ആയിട്ട് മുങ്ങും എന്ന് കണ്ട മുങ്ങിയിട്ട് ഇവനെ പിടിക്കാൻ പോണത് ഷാജോണാണ്. പത്രത്തിൽ വേറൊരു കല്യാണത്തിൻ്റെ ഫോട്ടോ ഇതൊക്കെ കണ്ട് വേറൊരു കല്യാണം നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് പത്രത്തിൽ കണ്ടിട്ട് അവിടെ ചെന്നിട്ടാണ് ഈ ഷാജോൺ കല്യാണമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം ഷാജോൻ ഇവനെ പൊക്കണത്. അങ്ങനെ അവസാനം ഷാജോൺ തിരിച്ച് ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്, ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. അവിടെയാണ് ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ഈ വെബ് സീരീസിൻ്റെ സസ്പെൻസ് ഇരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾ ഈ വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിലാണ്, സിഡ്നി ഹോട്ട്സ്റ്റാറിലാണ് ചെയ്തിരിക്കുന്നത്, അവരാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ അത് കാണുക. അത് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ കഥകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല രസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങളത് കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.